Good morning to all. Welcome to Bosco Campus Vision, the official YouTube channel of Don Bosco College, Kottayam. This is Asha SP, Assistant Professor of PG Department of Commerce. So, welcome to yet another series of income tax law and practice. So, in the last class we have discussed about house rent allowance. That is, for partly taxable allowances house rent allowance. So, for the purpose of computation, partly taxable allowances can be classified into three: entertainment allowance, house rent allowance, and special allowance. ഇതില് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി എന്റർടൈൻമെന്റ് അലവൻസിന്റെ കമ്പ്യൂട്ടേഷനും നോക്കി, സ്പെഷ്യൽ ഹൗസ് റെന്റ് അലവൻസിന്റെ കമ്പ്യൂട്ടേഷനും നോക്കി. സോ നമ്മൾ ഇന്ന് സ്പെഷ്യൽ അലവൻസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്പെഷ്യൽ അലവൻസ്. So why it is known as special allowance? Because these allowances are exempted up to a specific limit. Okay, so these allowances are exempted up to a specific limit. ഒരു specific limit വരെയാണ് ഈ exempted allowances ന്റെ exemption വരുന്നത്. അപ്പോൾ ഈ ലിമിറ്റ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ partly taxable allowancesന്റെ കൂട്ടത്തിലേക്ക് കൂട്ടിയത്. So for the purpose of computation, special allowances can again be classified into two. Special allowance was for meeting official expenses. Special allowance for meeting personal expenses. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻസസ് ആണ്. ഓക്കെ, സോ അപ്പോൾ ഒത്തിരി ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമുക്കറിയാം, അലവൻസസ് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു, ഓൾറെഡി അത് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ദെൻ പാർട്ടി ടാക്സബിൾ അലവൻസിനെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ദെൻ എന്റർടൈൻമെന്റ് അലവൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ഗവൺമെന്റ് എംപ്ലോയി, നോൺ ഗവൺമെന്റ് എംപ്ലോയി. അലവൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ലിവിംഗ് ഇൻ ഓൺ ഹൗസ് ആൻഡ് ലിവിംഗ് ഇൻ റെന്റഡ് ഹൗസ്. സോ ഹിയർ സ്പെഷ്യൽ അലവൻസസ് ഓൾസോ ക്ലാസിഫൈഡ് ഇൻ ടു allowances for meeting office expenses, allowances for meeting personal expenses. So today we are going to discuss about allowances for meeting official expenses. So allowances for meeting official expenses are exempted up to a specific limit. Just ഇത് ഏതൊക്കെയാണെന്ന് പറയാം, ഈ അലവൻസസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. First one is daily allowance, DA, not dearness allowance, daily allowance. Second one is traveling allowance. നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഒരു വേർഡാണ് ട്രാവലിംഗ് അലവൻസ്, TA. Third one is academic allowance. Fourth one helper allowance. Fifth one uniform allowance. And the sixth one is conveyance allowance. So ഇപ്പം മിക്ക ടെക്സ്റ്റുകളിലും ഈ ഒരു എന്താ പറയാ, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിൽ സ്പെഷ്യൽ അലവൻസിനെ എല്ലാം കൂടെ ഒരുമിച്ചാണ് അവർ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിന് വേണ്ടിയിട്ട് നമുക്കിതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇത് എല്ലാ അലവൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ ഇസ് daily allowance. Daily allowance, as the word says, daily allowance is an allowance which is given by the employer for meeting us daily office expenses. അതായത് ഡെയിലി ഓഫീസ് ഉണ്ടാകുന്ന എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അലവൻസ് ആണ് ഡെയിലി അലവൻസ്. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് ട്രാവലിംഗ് അലവൻസ്. എംപ്ലോയി ഒഫീഷ്യൽ ടൂറോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ട്രാവലോ ചെയ്യുന്ന സമയത്ത്, ഒഫീഷ്യൽ ടൂർ അല്ലെങ്കിൽ ഒഫീഷ്യൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ട്രാവലിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അലവൻസ് ആണ് ട്രാവലിംഗ് അലവൻസ് ഓർ ടി. ഓക്കെ, തേർഡ് വൺ ഇസ് അക്കാഡമിക് അലവൻസ്. ആസ് ദ വേർഡ് സേസ്, അക്കാഡമിക് അലവൻസ് മീൻസ് അവരുടെ എംപ്ലോയിഡ് അക്കാഡമിക് കാലിബേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ഫോർ ദി പർപ്പസ് ഓഫ് റിസർച്ച്, എംപ്ലോയിക്ക് ഇനി റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എംപ്ലോയിക്ക് കൊടുക്കുന്ന അലവൻസ് ആണ് അക്കാഡമിക് അലവൻസ്. നെക്സ്റ്റ് വൺ ഇസ് ഹെൽപ്പർ അലവൻസ്. ഹെൽപ്പർ അലവൻസ് മീൻസ്, ഹെൽപ്പർ അലവൻസ് എന്താണ്, എനിക്ക് കുറേ ഡ്യൂട്ടീസ് ഉണ്ട്, അപ്പം ഞാൻ എന്ത് ചെയ്യും, ഒരു ഹെൽപ്പറിനെ, എംപ്ലോയി വേറൊരു ഹെൽപ്പറിനെയും കൂടെ അസൈൻ ചെയ്യും. സോ ഒരു ഹെൽപ്പറിനെയും കൂടെ അസൈൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഹെൽപ്പറിന് കൊടുക്കാൻ വേണ്ടി തരുന്ന അലവൻസിനെയാണ് നമ്മൾ ഹെൽപ്പർ അലവൻസ് എന്ന് വിളിക്കുന്നത്. സോ ദ നെക്സ്റ്റ് വൺ ഇസ് uniform allowance. As the word says, uniform allowance is given by the employer to the employee for meeting the purchase and maintenance of the expense of uniform. Uniform വാങ്ങാനും അല്ലെങ്കിൽ അതിന്റെ മെയിൻ്റനൻസിന് വേണ്ടി കൊടുക്കുന്ന അലവൻസ് ആണ് യൂണിഫോം അലവൻസ്. The last one is conveyance allowance. Conveyance മീൻസ് നമ്മുടെ യാത്രയ്ക്കായിട്ട് പോകുന്ന ആ ഒരു യാത്ര, അതിനെയാണ് നമ്മൾ കൺവെയൻസ് എന്ന് വിളിക്കുന്നത്. So for the purpose of conveyance allowance means
Conveyance allowance is given by the employer to the employee for meeting the office expenses from one place of work to the other place of work. അപ്പം ജോലിക്ക് ആവശ്യത്തിനുണ്ട് ഞാൻ ഒരു ഓഫീസിൽ നിന്നും വേറെ ഓഫീസിലേക്ക് പോവാം. അപ്പം അങ്ങനെയുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി തരുന്ന അലവൻസിനെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുന്നത് കൺവേയൻസ് അലവൻസ്. ഓക്കെ, സോ ദീസ് ആർ ദി സ്പെഷ്യൽ അലവൻസസ് which is given by the employer to the employee for meeting us official expenses. So ഇതിന്റെ പ്രത്യേകത, these are exempted up to a specific limit and these are exempted up to the amount spent. എത്ര രൂപയാണോ അവർ ചെലവാക്കുന്നത് അത്രയും രൂപയ്ക്ക് എക്സംഷൻ കിട്ടും. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൺവേയൻസ് അലവൻസ് ഒരു 5,000 rupees കൊടുക്കും. അയാളതിൽ 3,000 rupees ചെലവാക്കിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര എക്സംപ്റ്റഡ്? 3,000. എത്ര ടാക്സബിൾ? 2,000. അപ്പൊ ഈ 2,000 നമ്മൾ എവിടെ കാണിക്കും? ഇൻകം ഫ്രം സാലറി. ഇനി 5,000 രൂപ കൊടുത്തു, 5,000 രൂപ അയാൾ ചെലവാക്കി. നത്തിങ് ഇസ് ടാക്സ്. Are you clear? Then ഇനി 5,000 രൂപ ക്വസ്റ്റ്യനിൽ തന്നു, ഒന്നും പറഞ്ഞിട്ടില്ല, അയാൾ എത്ര ചെലവാക്കി എന്ന് പറഞ്ഞിട്ടില്ല, അയാൾ എത്ര യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് അസ്യൂം ചെയ്യും? ഇറ്റ് ഇസ് അസ്യൂം ദാറ്റ് ഹോൾ എമൗണ്ട് ഇസ് സ്പെൻഡ് ബൈ ദി എംപ്ലോയി. ഓക്കെ, സോ സ്പെൻഡ് ബൈ ദി എംപ്ലോയി. സോ ഇങ്ങനെയാണ് സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് ഓഫീസ് എക്സ്പെൻസിന്റെ കമ്പ്യൂട്ടേഷൻ വരുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് പേഴ്സണൽ എക്സ്പെൻസും അതിൻ്റെ ക്ലാസ്സുമായിട്ട് അതിൻ്റെ ക്ലാസ്സും ഡിസ്കസ് ചെയ്യാം. സോ ദിസ് ഇസ് ആഷ എസ് പി സൈനിങ് ഓഫ് ഫ്രം ബോസ്കോ ക്യാമ്പസ് വിഷൻസ്.